നമ്മൾ സ്നേഹിച്ച ചില വ്യക്തികൾ പെട്ടെന്ന് നമ്മളെ തനിച്ചാക്കിയിട്ട് പോകുന്ന ചില നിമിഷങ്ങൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തതായിരിക്കും. അന്ന് നമ്മൾ സ്നേഹത്തിൻ്റെയും അതോടൊപ്പം വേദനയുടെയും മൂർച്ച നമ്മൾ അറിയും. റമദാൻ 16-ാം തീയതി വെള്ളിയാഴ്ച ദിവസം സുബഹി നിസ്കാര ശേഷം ഞങ്ങളുടെ ഉപ്പ ഞങ്ങളോട് പറഞ്ഞു, മക്കളെ വേഗം പോയി റെഡിയാക്ക്, വല്യപ്പാനെ കാണാൻ പോകണമെന്ന്. കാര്യം മനസ്സിലായി ഞങ്ങൾ വേഗം റെഡിയാനായിട്ട് ആരംഭിച്ചു. അതേസമയം ഉമ്മ കരയാനും തുടങ്ങി. ഇനി എൻ്റെ ഉപ്പാനെ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞു. അങ്ങനെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ. പെട്ടെന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പ കരയാൻ തുടങ്ങി. ഉപ്പയും ഉമ്മയൊക്കെ നമ്മൾ കരയുന്നത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഉപ്പ കരഞ്ഞാൽ നമ്മുടെ കൽബകം വേഗം പൊട്ടുമല്ലേ. നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ഉപ്പാനെ ഒരു സ്പെഷ്യൽ പേഴ്സണായിട്ടാണ് എപ്പോഴും വെച്ചിട്ടുണ്ടാവുക. സോ ഉപ്പ കരഞ്ഞപ്പോൾ ഞങ്ങളുടെ കൽബകം പിടിച്ചു നിൽക്കാനായിട്ടില്ല കേട്ടോ, കൽബകം പൊട്ടി. അങ്ങനെ ഞങ്ങൾ ഉപ്പ പറയുന്നത് ഓരോന്നും ഇങ്ങനെ കാതോർത്ത് നിൽക്കാൻ ഉപ്പ പറയാ, ഇനി എനിക്ക് ആരാ ഉള്ളത്? എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത മറ്റൊരു ഓർമ്മ കൂടി ആയല്ലോ ഈ കാര്യം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉപ്പ ഇങ്ങനെ വേവലാതികൾ പറഞ്ഞു തുടങ്ങിട്ടോ. അങ്ങനെ ഞങ്ങൾ വെള്ളിപ്പാന അവിടെ എത്തി. ചാവക്കാടാണ്, 55 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെള്ളിപ്പാൻ്റെ അവിടെ എത്തി. അങ്ങനെ വെള്ളിപ്പാനെ കാണാനായിട്ട് കയറി. ആ സമയത്ത് എൻ്റെ അനിയത്തിക്ക് തീരെ വയ്യ കേട്ടോ. അനിയത്തിയുടെ കാല് അവൾ പഠിക്കുന്ന കോളേജിൽ നിന്ന് വീണിട്ട് കാലിൽ പൊട്ടി കിടക്കുന്ന സമയമാണ്. അങ്ങനെ അവളെ ഞാൻ താങ്ങി പിടിച്ച് വെള്ളിപ്പാൻ്റെ അവിടേക്ക് കയറി. വെള്ളിപ്പാൻ ആ സമയത്ത് കുളിക്കാൻ കിടത്തിക്കയറുന്നു. അങ്ങനെ കുളിപ്പക്കലൊക്കെ കഴിഞ്ഞ് പുതുജീവിതത്തിലേക്ക് കടക്കുന്ന, പുതുലോകത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടി പോകുന്ന വെള്ളിപ്പാനെ പുതുവസ്ത്രം കണിഞ്ഞിട്ട് ഇങ്ങനെ ഹാളിൽ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. ആ സമയത്ത് ഹാളിൽ കിടത്തിയപ്പോൾ എൻ്റെ ഉമ്മ ഓടി വന്നിട്ട് എൻ്റെ വെള്ളിപ്പാടെ നെറ്റിത്തടത്ത് മുത്തം കൊടുത്തിട്ട് ഒരുപാട് കരഞ്ഞു. അതേസമയം എൻ്റെ വെള്ളിപ്പാടെ 5 മക്കളാണ് വെള്ളിപ്പാക്ക്, ഓരൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ സമയത്ത് എൻ്റെ വെള്ളിപ്പാടെ മുഖം ഇങ്ങനെ നോക്കിയപ്പോൾ വെള്ളിപ്പ പുഞ്ചിരിച്ച് കിടക്കാണ്. വെള്ളിപ്പാടെ പുഞ്ചിരിച്ചിട്ട് വെള്ളിപ്പാടെ പല്ലുകളൊക്കെ ഇങ്ങനെ കാണാട്ടോ, പുഞ്ചിരിച്ച് കിടക്കാണ്. വെള്ളിപ്പാടെ കൺതടങ്ങളൊക്കെ പുഞ്ചിരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുക അതേ രൂപത്തിൽ വെള്ളിപ്പാടെ കൺതടങ്ങൾ ഇട്ടോ. മാഷാ അല്ലാഹ്. എല്ലാവരും പറഞ്ഞ വളരെ സന്തോഷത്തോടെ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ, സന്തോഷത്തിലും സന്തോഷ കണ്ണീരുകളിലും പറഞ്ഞ കാര്യം എന്താ അറിയോ, ആ മനുഷ്യൻ നല്ല മനുഷ്യനാണ്, നല്ല സമയത്ത് മരണം കിട്ടിയാണ്. കുളിപ്പിക്കുന്ന ആൾക്കാർ പറഞ്ഞത് ഇപ്പോഴും ഓർക്കുക. കുളിപ്പിക്കുന്ന ആൾക്കാർ പറയാത്രേ, എന്തു നല്ല മനുഷ്യനാണോ, ഓരോ മേത്തൊരു നെജസ് കൂടെ കാണാനില്ല, ഓരോ മുഖത്ത് പുഞ്ചിരിച്ചിട്ടാണ് കിടക്കുന്നതെന്ന്. അന്ന് ദിവസം വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ പോലും, നോമ്പുള്ള സമയമാണെങ്കിൽ പോലും ജോലിക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ഖബർ കുഴിക്കുന്ന ആളുകൾ ജോലിക്കാർ, അവർ ജോലി ചെയ്യാൻ വേണ്ടി പോയിക്കായിരുന്നു. അപ്പോൾ കമ്മിറ്റിക്കാർ ഉസ്താദന്മാരൊക്കെ കൂട്ടിയിട്ട് അവരെ വിളിച്ചു വരുത്തിയിട്ട് ഖബറൊക്കെ കുഴിച്ചു. അങ്ങനെ ഖബർ കുഴിക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ കമ്മിറ്റിക്കാരും മറ്റുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് ചരിത്രത്തിൽ ആദ്യമാണെന്ന് തോന്നുന്നു ഇത്ര വേഗത്തിൽ ഖബർ കുഴിച്ചു കഴിഞ്ഞത്. കാരണം അതിവേഗത്തിലാണ് ഖബർ പണികളൊക്കെ കഴിഞ്ഞ്, അത്രയും നല്ല മണ്ണായി അവിടുത്തേന്ന്. കാരണം അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള മണ്ണുകളൊക്കെ പെട്ടെന്ന് കിട്ടാത്ത മണ്ണാണ്. കാരണം ഒരു സൈഡ് കുഴിച്ചാൽ അപ്പുറത്തെ സൈഡ് ഭയങ്കര ടൈറ്റായിരിക്കും. അങ്ങനെ മണ്ണിന് ഭയങ്കര മോശമുള്ള മണ്ണാണ് അവിടുത്തെ. പക്ഷേ വെള്ളിപ്പാക്ക് കിട്ടിയ മണ്ണ് വളരെയധികം നല്ല മണ്ണായിരുന്നു. അങ്ങനെ ഓരോ ആളുകളും ഓരോ മഹത്വങ്ങളും ഓരോ പദവികളും ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. അന്ന് വളരെയധികം ആ വിഷയത്തിൽ വലിയ സന്തോഷം തോന്നി. പക്ഷെ ഞാൻ അന്ന് മനസ്സിലാക്കിയൊരു കാര്യം എന്താ അറിയുമോ, നമ്മുടെ പാസ്റ്റ് നോക്കിയിട്ട് നമ്മൾ ഒരാളെയും വിലയിരുത്തരുത് എന്ന കാര്യം. അവസാന 5 വർഷ കാലയളവ് എൻ്റെ വെള്ളിപ്പാടെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അതുകൊണ്ടാണ് എൻ്റെ ഉപ്പയുമായിട്ട് എൻ്റെ ഉപ്പയും എൻ്റെ വെല്ലുപ്പയും ഭയങ്കര കണക്റ്റായത് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ഉപ്പ ഒരുപാട് അന്ന് മയ്യത്ത് അവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്ന നേരത്ത് എൻ്റെ ഉപ്പ അവിടെ ഇങ്ങനെ കുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്തുണ്ടല്ലോ, അഹദ്, ആ സൂറത്ത് ഇങ്ങനെ ഉറക്കോതി കരയായിരുന്നു. എല്ലാവരും കരച്ചിലും അതേസമയം സൂറത്ത് ഇങ്ങനെ ഉറക്കോതിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതം നമ്മൾ പാസ്റ്റ് നോക്കിയിട്ട് വിലയിരുത്താൻ പാടില്ല. നമ്മൾ നന്നാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് നമുക്ക് നന്നാകാം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ള ഏക ഒരു കാര്യം എന്താ അറിയോ, മരിക്കുന്ന സമയത്ത് നല്ലതുപോലെ മരിക്കാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. സോ ഇനിയുള്ള കാലം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം.
അത് യാഥാർത്ഥ്യമായ, ആരും സംശയിക്കാത്ത, ആരും അതിനു വേണ്ടിയിട്ട് തർക്കിക്കാനൊന്നും പിടിക്കാത്തൊരു കാര്യമാണ് മരണം. മരിക്കില്ലെന്ന് ആരും അറിയില്ലല്ലോ, എല്ലാവരും മരിക്കും. മരിക്കുന്ന സമയത്ത് നല്ലൊരു ദിവസമാണ്. എൻ്റെ വല്യപ്പ മരിച്ചത് റമദാൻ 16 വെള്ളിയാഴ്ച ദിവസം, അഥവാ റമദാൻ 17 ബദരീങ്ങളിലാണ്ട്. അതിൻ്റെ തലേ ദിവസം വെള്ളിയാഴ്ച ദിവസം സുബഹിക്കാണ് അത്രയും മരിക്കുന്നത്. എന്ത് നല്ല മനുഷ്യനാണ്. അള്ളാഹു അവരൊക്കെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കട്ടെ. നമുക്ക് അങ്ങനെയൊക്കെയുള്ള നല്ലൊരു മരണം കാണണം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആഗ്രഹം എന്താ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുളിപ്പിക്കുന്നവർ, നമ്മളെ കാണാൻ വരുന്നവർ, നമ്മളെ ഖബറ് കുഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ഖബറിലേക്ക് വെക്കുന്ന ആൾക്കാർ, ഓരൊക്കെ കരയണം. നമ്മുടെ ജീവിതത്തിൽ അത്രയും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കണം. നമ്മളെ ഒരു മാതൃകാ വ്യക്തിത്വങ്ങളായിട്ട് നമ്മളൊക്കെ മാറണം. അങ്ങനെയൊക്കെ നമ്മളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും അല്ലേ? ഇപ്പോൾ ചെറിയ പീസ് മരണപ്പെട്ടപ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ ഹാഫിള് മസൂദ് സഖാഫി മരണപ്പെട്ടപ്പോൾ, എത്രയോ മനുഷ്യർ മരണപ്പെട്ടപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ? നമ്മുടെ ജീവിതം അതുപോലെ കായ്ക്കഴിഞ്ഞാൽ എന്തൊരു രസമാവില്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും മരിക്കുന്ന സമയത്ത് നല്ല മരണം നമുക്കൊക്കെ കിട്ടണം. അള്ളാഹു നമ്മുടെയൊക്കെ മരണങ്ങൾ അങ്ങനെ ആക്കി തരട്ടെ. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞു പോയ ജീവിതം നമുക്കൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം, ഇനിയുള്ള ജീവിതം നമുക്ക് നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ മറ്റുള്ള നല്ല 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 പ്രവർത്തനങ്ങൾ ഒക്കെ നമ്മൾ പടച്ചവന് വേണ്ടിയിട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ. അത് ഞാൻ മനസ്സിലാക്കി. നല്ല മരണം അത് കിട്ടാൻ എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ നമുക്കും കിട്ടും എന്ന പ്രതീക്ഷയാണ്. മരണം അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് അല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.